പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തുകയാണ്. 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJP മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് മോദി കേരളത്തിൽ എത്തുന്നത്. നാളെ ഉച്ചയോടെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം അവിടെ നിന്ന് തൃശൂരിലേക്ക് പോകും. ഇവിടെ റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികളിലായി 2.5 മണിക്കൂറോളം അദ്ദേഹം ചെലവഴിക്കും. അതേസമയം നാളെ പ്രധാനമന്ത്രി വരുന്നതിന് മുന്നോടിയായി മോട്ടോർ വാഹന റാലി നടന്നിരിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തോടനുബന്ധിച്ച് ജനുവരി 3 രാവിലെ മുതൽ തൃശൂർ നഗരത്തിലും പരിസര പ്രദേശത്തും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സുരക്ഷ മുൻനിർത്തി രാവിലെ മുതൽ സ്വരാജ് റൗണ്ടിലും തേക്കിൻകാട് മൈതാനിയിലും സമീപ റോഡുകളിലും വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. KSRTC ഉൾപ്പെടെയുള്ള പൊതുഗതാഗത വാഹനങ്ങൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിപ്പിക്കാതെ വഴിതിരിച്ചുവിടുന്നതാണ്. പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നവരുടേതുൾപ്പെടെ എല്ലാ വാഹനങ്ങളും പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലങ്ങളിൽ മാത്രം പാർക്ക് ചെയ്യണം. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ റോഡരികിൽ പാർക്ക് ചെയ്ത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകുമെന്നും ട്രാഫിക് പോലീസ് സ്റ്റേഷൻ SHO അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനത്തിനായി ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. നായ്ക്കനാലിന് സമീപത്തെ സമ്മേളന വേദിയിലും പരിസരത്തും കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10,000-കണക്കിന് വനിതകളും അത്ര തന്നെ പുരുഷന്മാരും പരിപാടിയിൽ പങ്കെടുക്കാനെത്തും. തൃശൂർ ജില്ലയിൽ നിന്ന് മാത്രം 1 ലക്ഷത്തോളം സ്ത്രീകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ BJPയുടെ കണക്ക്. തൃശൂർ ഉൾപ്പെടെ 8 ജില്ലകളിൽ നിന്നുള്ളവരാണ് യോഗത്തിനെത്തുക. കൊല്ലം, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, ഇടുക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ സമ്മേളനത്തിലെത്തും. തൃശൂർ ജില്ലയിൽ 1500 ബസ്സുകളാണ് സ്ത്രീകളെ സമ്മേളന സ്ഥലത്തെത്തിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു വാഹനങ്ങളിൽ വരുന്നവരും നേരിട്ട് എത്തിച്ചേരുന്നവരും വേറെയുണ്ടാകും. വൻതോതിൽ പുരുഷന്മാരും പരിപാടിക്കെത്തും.